അപ്പുറത്തെ താത്ത വന്നിട്ട് പറയുന്നു, വീട്ടിലൊരു അതിഥിയുണ്ട്, എന്റെ വീട്ടിലെ കുക്കറിൽ ഇറച്ചി വേവില്ല, ചൂടെ വലുത് വേണം, അതുകൊണ്ട് ഒന്ന് തരുവോടി എന്ന് ചോദിക്കുമ്പോ കാലുമണ്ട ഒരാടി അകത്തോട്ട് കയറ്റിട്ട് പറഞ്ഞു, ഇവിടെ ഇല്ല, അതിപ്പോ വിസില് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ മടക്കി വിട്ടാൽ ഈ താത്താക്ക് നരകമെന്ന് ഖുർആൻ. സംശയം ഖുർആനാ പറയുന്നത്. ബട്ടൺസ് പൊട്ടിപ്പോയി ഒരു സൂചി തരുമോ എന്ന് ചോദിക്കുമ്പോൾ സൂചി ഇല്ല എന്ന് പറഞ്ഞ് കലണ്ടറിൽ എല്ലാ കോളത്തിലും കുത്തിയിട്ടിരിക്കുന്ന ഒരു സൂചി എടുത്ത് കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു മനുഷ്യന് നരകം ഉറപ്പാ, സ്വർഗം അത് കാരണം നിഷേധിക്കും അല്ലാഹു തആല. ഓ, അത്രയൊക്കെ ഭീകരമാണോ? അല്ലാഹ് പറഞ്ഞത് പരോപകാര സാധനങ്ങൾ, കുട, പേന. ഓഫീസിൽ ചെന്നപ്പോ ഒരുത്ത ഒപ്പിടാൻ വേണ്ടി ഓടുക, നമ്മടുത്ത് ചോദിക്കാൻ ഒന്ന് പേന തരോ, പെന്ന് തരോ, ഒന്ന് ഒപ്പിടാൻ. നമ്മള് പറയാ മഷിയില്ല, തെളിയൂല, കുടഞ്ഞിട്ടാ ഞാൻ തന്നെ ഒപ്പിടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന് കൊടുത്തില്ലെങ്കിൽ വലിയ ഉപദ്രവമാണത്. അത് മതം നോക്കാനും രാഷ്ട്രീയം നോക്കാനൊന്നും പറഞ്ഞില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട് എന്തെന്നറിയോ? ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാഴ്ചപ്പാട് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾക്ക് അർത്ഥം പറയാമോ? എന്താന്ന്? ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗജതരംഗ സഹസ്രം, 1000 ആന, 1000 കുതിര. ഗോകുലം കൊടിദാനം, 1 കോടി പശുക്കൾ. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം, ഉന്നത കുല ജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ആരും കാണാത്ത, തൊടാത്ത, സ്പർശന ദർശന വിധേയമാകാത്ത 1 കോടി പെണ്ണുങ്ങൾ. ഖുർആൻ അവരെ പറഞ്ഞ ഹൂർലിങ്ങൾ എന്നാണ്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അങ്ങനെ 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശുക്കൾ, 1000 ആന, 1000 കുതിര. ഒന്ന് കൂട്ടിക്കേ. നാളെ സ്കൂൾ തുറക്കല്ലേ, അധ്യാപകന്മാരാണെങ്കിൽ കൂട്ടണ്ട, സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധി മരവിച്ചു പോകും. 1000 ആനയ്ക്ക് എത്ര രൂപ കൂട്ട്? 1000 കുതിരയ്ക്ക് എത്ര രൂപ കൂട്ട്? 1 കോടി പശുക്കൾക്ക് എന്ത് രൂപ? 1 കോടി പെണ്ണുങ്ങൾക്ക് എത്ര രൂപ? തീരുന്നില്ല. കനകരചിത പാത്രം മേദിനി സാഗരാന്തം. കനകരചിത പാത്രം, ഒരുപാട് സ്വർണ്ണ പാത്രം. പണ്ടുള്ളവർ പറയും പണം, വരട്ടെ, പണം ആരുടെ കയ്യിലാ? പണം പത്മനാഭന്റെ കയ്യില്. അങ്ങനെ പറയില്ലേ? ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് ഏത് ക്ഷേത്രത്തിലാ? പത്മനാഭ സ്വാമി ക്ഷേത്രത്തില്. എ നിലവറ, ബി നിലവറ. അവിടെ നിന്ന് വിളി കേൾക്കുന്ന അപ്പുറമാണ് എന്റെ പള്ളി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10-50 ചുവട് വെച്ചാൽ മതി സെൻട്രൽ ജുമാ മസ്ജിദിലെത്തും. അവിടെ ഇഷ്ടംപോലെ സ്വർണം, ഗോതമ്പ് മണികൾ പോലെ സ്വർണം ഇങ്ങനെ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് കനകരചിത പാത്രം, ധാരാളം സ്വർണ്ണ പാത്രം. മേദിനി സാഗരാന്തം, 1 ഏക്കറും 10 ഏക്കറും അല്ല, മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. അപ്പൊ എത്ര രൂപയായി? ഇത്രയും 1 കോടി പശുക്കൾ, 1 കോടി പെണ്ണുങ്ങൾ, 1000 കുതിരകൾ, 1000 ആനകൾ, സ്വർണ്ണപാത്രം, കണക്കില്ലാതെ സമുദ്രത്തോളം ഭൂമി. ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് പുണ്യം കിട്ടും? ആ പുണ്യം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിഷം തൊട്ടിയ വയറുമായിട്ട് വരുന്ന ഒരു പാവപ്പെട്ടവന് നട്ടുച്ച നേരത്തെ വാഴയില വെട്ടിയിട്ടതിൽ പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിനോളം ആകില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. അത്രയും പുണ്യം. അതുകൊണ്ട് നമ്മൾ അന്നം തേടണം, കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനും മനസ്സുണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്. നബിദിനത്തിന് നിങ്ങൾ ചോറ് വെച്ച് കൊടുക്കും, ഇഷ്ടം പോലെ വെച്ച് കൊടുക്കും, ആർക്കെന്നില്ലാതെ വെച്ച് കൊടുക്കും. എത്ര രൂപയാണ് ഈ സമുദായം ഇറക്കും പൈസ? ഇഷ്ടം പോലെ ഉണ്ടെന്നേ, തരും. ചുമ്മാതെ ഈ ഡി ജെ വെച്ച് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്തൊക്കെ പറഞ്ഞാൽ വെട്ടിക്കൊന്നുകളെയും. കഞ്ചാവല്ല,
പുറത്തിറങ്ങാൻ പറ്റൂല, വെട്ടി പീസാക്കി കളയും. അതല്ലേ പ്രശ്നം. എങ്ങനെ പോയി പഠിക്കും തന്നെ അറിഞ്ഞൂടാ. പോട്ടെ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പറഞ്ഞത് നീ അധ്വാനിക്ക്, നീ കഷ്ടപ്പെടും, നീ അന്വേഷിക്കും, ഭക്ഷണം തേട്, എന്നിട്ട് കിട്ടുന്ന ഭക്ഷണം നീയും കഴിക്കും, മറ്റുള്ളവർക്ക് നീ കൊടുക്ക്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. നീ എന്തുകൊണ്ട് ഈ ആരോഗ്യമുള്ള പക്ഷിയെ പോലെ ആയില്ല? അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. എവിടേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്? ബീവി മറിയം റളിയല്ലാഹു അൻഹാ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ ആ പെണ്ണിനോട്, മറിയം ബീവിയോട്, എവിടെന്ന് കിട്ടി മോളെ മറിയമേ? അല്ല തന്നു സക്കരിയ നബിയെ എന്ന് പറഞ്ഞല്ലോ. ആ മറിയം ബീവിയുടെ മുമ്പിൽ ജിബ്രീൽ വന്നല്ലോ. ആ ജിബ്രീൽ കാരണമായി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. സുബ്ഹാനല്ലാഹ്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ ഒരു പെണ്ണിന് എപ്പോഴും ഗർഭിണിയാകുമ്പോഴാണ് ഓരോ ഭക്ഷണത്തോട് പ്രിയം വരിക. അങ്ങനെ വയറ് കാളി വരുന്നു ഭക്ഷണം. വല്ലാതെ വിശപ്പിന്റെ വിളിയാളം വന്നപ്പോ, പടച്ചോനെ എനിക്ക് ഭക്ഷണം തരണേ അല്ലാ, വിശക്കുന്നു റബ്ബേ. മറിയം ബീവി പടച്ചവനോട് ചോദിച്ചിട്ടുണ്ടാകണം. അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞെന്തെന്നറിയോ? ചെറിയ പ്രായത്തില് മെഹ്റാബിനകത്ത് ആ കാലഘട്ടത്തില് ആ സമയത്ത് കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ കൊടുത്ത അല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയായപ്പോ മറിയം ബീവി ഏറ്റവും വലിയ ദുർബലയാകുന്ന നിമിഷമല്ലേ? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ദുർബലയാകുന്നത് അവളുടെ പ്രഗ്നന്റി പീരീഡിലാണ്. ആ സമയത്ത് മറിയം ബീവിയോട് അല്ല പറഞ്ഞു, വിശക്കുന്നോ മറിയമേ? അതേ പടച്ചവനെ, മറിയം ബീവിയുടെ മനസ്സിൽ എന്താണ് ചിന്തയെന്നറിയോ? അല്ലാഹു ഇപ്പൊ അന്ന് തന്നതുപോലെ പഴം തരുമെന്നാണ്. പക്ഷെ അല്ല മറിയം ബീവിയോട് പറഞ്ഞത്, إليك بجذع النخلة تساقط عليك رطبا جنيا. വിശക്കുന്നെങ്കിലും മറിയമേ, അന്നത്തെ പോലെ ഞാൻ നിനക്ക് പഴമൊന്നും തരാൻ പോകുന്നില്ല. ആ കാണുന്ന ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിൽക്ക്. എന്നിട്ട് അതിന്റെ ആ മടലിനെ പിടിച്ച് നീ അങ്ങോട്ട് ചായ്ക്ക്. എന്നിട്ട് ആ ഈന്തപ്പന മടലിനെ പിടിച്ചിട്ട് നിന്നിലേക്ക് അങ്ങ് ചായച്ചിട്ട് അത് നിനക്ക് നല്ല ഈത്തപ്പഴം തരും മറിയമേ. എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നേ? അല്ല ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, നമ്മൾ തിന്നുകൊണ്ടിരിക്കും. ആ പണി നടക്കൂല. അമ്മളെടുക്കേണ്ട പണി അമ്മളെടുക്കണം. മറിയം ബീവി വിചാരിച്ചു ഇപ്പം മെഹ്റാബിൽ കിട്ടിയതുപോലെ പഴം ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു. മറിയം ബീവി എടുത്ത് പറഞ്ഞു, വിശക്കുന്നോ? അതേ പടച്ചോനെ, ഈ നിറവയറുമായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ല പറഞ്ഞു, എന്നാലേ നീ ചെന്നിട്ട് ആ ഈത്തപ്പന ഓലയിൽ പിടിക്ക്. എന്നിട്ട് ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലത്തി തുസാഖിത് അലൈകി റുതബൻ ജനിയ. നല്ല ഈത്തപ്പഴം നിനക്ക് തരും, പിടിച്ച് കുലുക്കിയിട്ട് പുറക്കി തിന്നോ. അല്ല പറഞ്ഞതാണ്, അധ്വാനിക്കണം. ഇന്ന് പെണ്ണ് ഗർഭിണിയായ 1-ാം മാസം മുതൽ ബെഡ് റെസ്റ്റ്. നമ്മളെയൊക്കെ ഉമ്മമാര് പറഞ്ഞു, അവരുടെയൊക്കെ ഉമ്മമാരുടെ കാലത്ത് വെള്ളം കോരിക്കൊണ്ട് വെക്കും, പ്രസവ വേദന വരും, ഈ കയർ അടുത്ത മരത്തിൽ കെട്ടും, പോയി പ്രസവിക്കും, തിരിച്ചു വന്ന് ബാക്കി വെള്ളം വലിച്ചേറ്റും. അല്ലേ? അങ്ങനെ അറിയാം. അദ്ദേഹത്തിന്റെ ഉമ്മയും പറഞ്ഞു. ഉമ്മ അത് വെറൈറ്റിയാ. തഴവ മുജീബ് ഉസ്താദിന്റെ ഉമ്മ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോ പ്രസവിച്ചിട്ട് ബാക്കി ചുട്ടാ. അതാണ്, ഇതായിരുന്നു പണ്ട്. അങ്ങനെയാന്ന്. ഇപ്പൊ എന്താണ്? പ്രസവം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ബെഡ് റെസ്റ്റ് ആണ്. നിസ്കാരം ഇല്ല, നോമ്പില്ല, അനക്കോ ഇല്ല, അടക്കോ ഇല്ല, ഒന്നുമില്ല. എല്ലാം നിശബ്ദമായി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അത്രേ ഉള്ളൂ ആരോഗ്യവും. പണ്ടങ്ങനെയല്ല. മറിയം ബീവിയുടെ അല്ല പറഞ്ഞു, ഈത്തപ്പഴം പറക്കി തിന്ന്, എന്നിട്ട് വെള്ളം, നിനക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടോ എന്ന് അരുവി ചെന്നിട്ട് ഒരു കൈക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് കുടിച്ചോ. നമ്മൾ ചെയ്യേണ്ട പടി നമ്മൾ ചെയ്യണം. എല്ലാം അല്ല തരുമെന്നും പറഞ്ഞിരുന്നാ പറ്റൂല. ഉംറയ്ക്ക് പോയി ഉസ്താദന്മാര് ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഉസ്താദന്മാര് ഇവിടെ വെച്ചെല്ലാം പറയും, നിങ്ങളങ്ങ് നിന്നാ മതി, കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു താത്ത വഹളൊക്കെ ഈ ഉസ്താദിന്റെ ഹജ്ജിന്റെ പഠനം ഉംറ ക്ലാസ് ഒക്കെ കേട്ട് നന്നായി. അപ്പൊ ഒന്നും ചെയ്യണ്ട, അങ്ങനെ നിന്നാ മതി, എല്ലാം അങ്ങ് നടക്കൂന്ന് പറഞ്ഞു. അവിടെ ചെന്നു.
ഇടയ്ക്ക് ഒരു മനുഷ്യൻ ലിഫ്റ്റ് കയറുമ്പോൾ താത്ത ലിഫ്റ്റിൽ നിൽക്കുകയാണ്. ലിഫ്റ്റ് മുകളിലെത്തി, അദ്ദേഹം ഇറങ്ങി, അദ്ദേഹത്തിന് പോകാനുള്ള സ്ഥലത്ത് ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഡ്രസ് ചെയ്ത് കയറുമ്പോഴും ആ ലിഫ്റ്റിൽ താത്ത ഉണ്ട്. അദ്ദേഹം കരുതി തിരിച്ചു വരുന്നതായിരിക്കും. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ലിഫ്റ്റിൽ താത്ത ഉണ്ട്. അപ്പൊ ഇത്രയും സമയമായിട്ട് ഈ താത്ത ഇറങ്ങാത്തെന്താണ്? അപ്പൊ ചോദിച്ചു, അല്ലാത്ത നിങ്ങൾ ഇറങ്ങാത്തെന്താ? അത് മോനെ ഉസ്താദ് പറഞ്ഞ് എല്ലാം അങ്ങ് ശരിയാവും, അങ്ങനെ അങ്ങ് നിന്നുകൊടുത്താൽ മതി. നമ്മൾ ഇറങ്ങേണ്ടടുത്ത് നമ്മൾ ഇറങ്ങണ്ടേ? നമ്മൾ ചെയ്യേണ്ടടുത്ത് നമ്മൾ ചെയ്യണം. നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങണം, കയറേണ്ടടുത്ത് കയറണം, തുറക്കേണ്ടടുത്ത് തുറക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്താലേ നമ്മളെ കാര്യങ്ങൾ നടക്കൂ. എല്ലാം അങ്ങ് നടക്കുമെന്നല്ല, നമ്മൾ ചെയ്യേണ്ട താൻ പാതി ദൈവം പാതി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് 10 മിനിറ്റ് കൂടി എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. 4ാമത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? കച്ചവടമായാലും ബിസിനസ് ആയാലും എന്തായാലും നമ്മൾ മഈശത്തിന് വേണ്ടി ഇറങ്ങുമ്പോ അള്ളാനെ മറക്കരുത്, അവന്റെ ചിന്ത മറക്കരുത്, അവനെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. അറിയുമോ, മസ്ജിദുൻ നബവിയിൽ ഖതീബ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാ. ആരാ ഖതീബ്? ആമിനയുടെ തങ്കമോനെ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, മദീനയുടെ രാജാവേ, മക്കയുടെ ജേതാവേ, നമ്മുടെ കരളിന്റെ കഷണമേ, ഹൃദയത്തിന്റെ തുടിപ്പേ, വികാരമേ, വിചാരമേ, കണ്ണിലെ കൃഷ്ണമണിയേ, നമ്മുടെ സർവസ്വമേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കുറയ്ക്കണ്ട ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നബിദിനത്തിന്റെ അന്ന് മരിച്ചീനി കമ്പില് 15 രൂപയുടെ പച്ച കളറിലുള്ള പേപ്പർ ഒട്ടിച്ച് വിളിക്കാൻ മാത്രമുള്ളതല്ല, ഉറക്കത്തിലും പറ, ഉറക്കയും പറ, ഉണർവിലും പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാദം ഉമ്മ ഹവ്വയ്ക്ക് കൊടുത്ത മഹറാണ് സ്വലാത്ത്. നമുക്ക് സ്വലാത്തില്ലെങ്കിൽ ദുനിയാവില്ല, സ്വലാത്തില്ലെങ്കിൽ മരണത്തിന് നന്മ വരില്ല, സ്വലാത്തില്ലെങ്കിൽ ഖബറിൽ സുഖം കിട്ടൂല, സ്വലാത്തില്ലെങ്കിൽ മഹ്ശറയിൽ വിജയമില്ല, സ്വലാത്തില്ലെങ്കിൽ സിറാത്തിൽ പ്രകാശമില്ല, സ്വലാത്തില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല, സ്വലാത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ തിരുദർശനം നമുക്കില്ല, സ്വലാത്തില്ലെങ്കിൽ നമുക്ക് ജീവനില്ല, പ്രാണനില്ല, വായുവില്ല, ഒന്നുമില്ല. സ്വലാത്തേ സ്വലാത്തേ നമ്മുടെ വികാരം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതുകയാ. വെള്ളിയാഴ്ചയാണ്. ആ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് കച്ചവടക്കാര് വന്നു. ആരാ? ദഹിയത്തുൽ കൽബി എന്ന കച്ചവടക്കാരൻ വന്നു. ആ കച്ചവടക്കാരന്റെ കയ്യിലാണ് ഈ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന പലരുടെയും ഷെയർ ഉള്ളത്. അങ്ങനെ ബിസിനസ് സാധനങ്ങളുമായിട്ട് ദഹിയത്തുൽ കൽബി ഇദാ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്തി. നബിതങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഖുത്ബ ഓതുന്നു. ആ സമയത്ത് കച്ചവടക്കാരൻ വന്നതറിഞ്ഞപ്പോ മിമ്പറിൽ ഖുത്ബ ഓതുന്ന നബിയെ അവിടെ തന്നെ നിർത്തിയിട്ട് ആ ആളുകൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം കച്ചവട സാധനങ്ങളുടെ അടുക്കലേക്ക്. പ്രിയമുള്ളവരെ, 12 പേര് മാത്രമാണ് നബിതങ്ങളുടെ മുന്നിൽ അനങ്ങാതിരുന്നത്. ആ 12 പേര് മുന്നിലിരുന്നപ്പോ നബിതങ്ങളുടെ മിമ്പറിൽ ഖുത്ബ ഓതുകയാ. ബാക്കിയുള്ള ആളുകളൊക്കെയും ഓടി കച്ചവടക്കാരനായ ദഹിയത്തിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്തതാ പൊന്നാര ഹബീബിന്റെ നെറ്റിത്തടം വിയർക്കുകയാ. അവിടെ അല്ലാഹുവിന്റെ സന്ദേശം വരികയാണ്. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. അവർ ഏതെങ്കിലും വിനോദങ്ങൾ കണ്ടാൽ, അവർ ഏതെങ്കിലും കച്ചവടം കണ്ടാൽ, നബിയെ ഇൻഫല്ലൂ ഇലൈഹാ, അതിലേക്ക് അവർ ഓടിപ്പോകും. വതറകൂക ഖായിമാ, അങ്ങ് ഇങ്ങനെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, ഓരോരുത്തരെയും വിളിച്ചിട്ട് പറ, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. കച്ചവടത്തെക്കാൾ വിനോദത്തെക്കാൾ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് അല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുന്ന സംഗതിയാ. വല്ലാഹു ഖൈറുർ റാസിഖീൻ.
അല്ലാഹു കൊടുക്കുന്നവരിൽ, ഭക്ഷണം നൽകുന്നവരിൽ ഏറ്റവും വലിയ കരണീയനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിൽ പോകുമ്പോ കച്ചവടം നടക്കുന്ന സമയമാകാ, അല്ലെങ്കിൽ ബിസിനസിന്റെ ടൈമാകാ, ആ സമയത്ത് ഞാൻ അങ്ങനെ കടയടയ്ക്കും, പള്ളിയിൽ പോകും. ചിന്തിക്കല്ല ചെറുപ്പക്കാരാ, അല്ലാഹു പറഞ്ഞത് ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഗ്വി വമിനത് തിജാറ, കച്ചവടത്തെക്കാൾ വിനോദങ്ങളെക്കാൾ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അതേതാണ്? വല്ലാഹു ഖൈറുർ റാസിഖീൻ, അല്ലാഹു നന്നായിട്ട് ഭക്ഷണം തരുന്നവനാണ്. അതുകൊണ്ട് നാലാമത് നമ്മൾ ചെയ്യേണ്ടത്, ബാങ്ക് വിളിക്കുമ്പോ എന്ത് ബിസിനസ് ആണെങ്കിലും, പെങ്ങളെ തൊഴിലുറപ്പാണെങ്കിലും, തൊഴിലുറപ്പിന്റെ പണിയിൽ നിൽക്കുകയാണ്, നീ നിർത്തണം. നിന്റെ കഷ്ടപ്പാട് മക്കളെ പോറ്റാൻ നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് തികയുന്നില്ല, നീ തൂമ്പ എടുത്തിട്ട് കിളയ്ക്കാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണല്ലേ? അപ്പോഴാണ് ബാങ്ക് കേട്ടത്. നീ പറയണം, സെക്രട്ടറിയോട് പറ 5 മിനിറ്റ്, സെക്രട്ടറിയോട് പറഞ്ഞൂടെ ഒരു 5 മിനിറ്റ് ഞാൻ നിസ്കരിച്ചിട്ട് വരണം. ഏത് സെക്രട്ടറി? ജമാഅത്ത് സെക്രട്ടറി ഇല്ല, തൊഴിലുറപ്പ് വിഴുങ്ങിക്കളയൊന്നുമില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു തെങ്ങിന്റെ മൂട് കിളച്ച് എല്ലാം റെഡിയാക്കി, വൈകുന്നേരം സെക്രട്ടറി വന്നൊക്കെ അതിന്റെ മണ്ടയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പണിയെടുക്കാമെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിട്ട് ചോദിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് പണിയാണെങ്കിലും ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അവസാനിപ്പിച്ചിട്ട് എന്തു വേണം? അതിലേക്ക് വ്യാപൃതരാകണം. അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും. ഈ 4 കാര്യം: 1 ഭക്തി, 2 നിസ്കാരം, 3-മത്തേത് അന്വേഷണം, പരിശ്രമം, 4-മത്തേത് എന്ത് പണിയിലും അള്ളാഹനെ മറക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അള്ളാഹ് പറഞ്ഞു ഇഷ്ടം പോലെ ഭക്ഷണം തരാം. അള്ളാഹു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഭക്ഷണം അള്ളാഹു നൽകി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ഞാൻ ആരും പോകരുത്. ഞാൻ കൃത്യസമയം പാലിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 6-7 മിനിറ്റ് കൊണ്ട് ദുആയും ചെയ്ത് നമുക്ക് പിരിയണം. അതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഈ ഒരുപാട് കുറച്ച് അത് നമുക്കൊരു ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ചയാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ചെലവുണ്ട്. ഓടി നടന്ന് നല്ലൊരു പരിപാടി അവർ വെച്ചില്ലേ? നമുക്കിങ്ങനെ കൂടാനും ദ്വാരക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയില്ലേ? ഒരു 10 പേര് കൈപൊക്കണം. വലിയ തുകയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരു 2000 രൂപ വെള്ളിയാഴ്ച നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഒരു 10 പേര് കൈപൊക്കിക്കുക. ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടി അള്ളാഹ് ഒരിക്കലും തടയില്ല. നമുക്ക് അള്ളാഹു റാസിഖാണ്, റസാഖാണ്. അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ആരാ? ഒരു 10 പേര്. അൽഹംദുലില്ലാ, 2 കൈപൊക്ക്. ഒരു 10 പേര്, 2 പേരായി. ഒരു 10 പേര് 2000 രൂപ വെച്ച് ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടി മാത്രം. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നീ ആരാ? ഒന്ന് കൈപൊക്കിക്കോ. ബാക്കി 10 പേര് വേണം. 10 പേര് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നാണ് ഒരു 10 പേര് വേണ്ടത്. വേഗം വേഗം. അല്ലാഹുവേ, ഈ ഉയർത്തുന്ന കൈകളെ ആരുടെ മുന്നിലും നീട്ടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്ന് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പ്രയാസരഹിത ജീവിതം കൊടുക്കണേ അല്ലാ. എല്ലാ ഇടങ്ങേറുകളിൽ, ആഫത്തുകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അടുത്ത ആളാരാ? ഒരു 3 പേര് പെട്ടെന്ന് പറയും. ഒരു 3 പേരും കൂടി ഒരു 2000 രൂപ ഇൻഷാ അല്ലാ ഈ സംരംഭത്തിന് വേണ്ടി വെള്ളിയാഴ്ച നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അല്ലാഹു ബർക്കത്ത്. പുറകിലൊക്കെ ഉണ്ട്. ഒന്ന് ചെൽ ഇൻഷാ അല്ലാ. ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്തേ. സഹോദരിമാരുടെ കൂട്ടത്തില് 1000 2000 ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് കൊടുക്കണ്ടോ? അവിടെ ചെല്ല്. ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്തേ. 1000 2000 കൊടുക്കാൻ താല്പര്യമുള്ളവർ വേഗം ഒന്ന് പറയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ നീ സഹായിക്കണേ അല്ലാ. 1000 ആരാ എഴുതിയെടുക്കുന്നത്? ബക്കറ്റ് കൊണ്ടുവരും. ഹലോ, ബക്കറ്റ് ഉണ്ട്. ഉദ്ഘാടനം ചെയ്യട്ടെ.
എല്ലാ സഹോദരങ്ങളും ഒരു ആഗ്രഹം മനസ്സിൽ നീയത്താക്കി, പടച്ചവനെ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു സദഖ കാര്യമായ നിലയിൽ ഇതിനകത്ത് ഇടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ഒരു ബക്കറ്റ് കൊടുക്ക്. ആരെങ്കിലും 1000 രൂപ വെച്ചിട്ട് ഒരു സഹോദരിമാര് 10-30 സഹോദരിമാര് 1000 രൂപ വെച്ച് പറഞ്ഞാൽ ഇതിന്റെ ചെലവുകൾ നടന്നു പോകും ഇൻഷാ അല്ലാഹ്. നമുക്കൊരു പള്ളിക്കൊരു ബാധ്യതയാകണ്ടല്ലോ, അതുകൊണ്ടാണ്. പെട്ടെന്നാവട്ടെ, ഒന്ന് കൊടുക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ നൽകിയവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സാധുക്കളാണ്, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ആഫത്ത് ഇടങ്ങേറ് മുസീബത്തുകളിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മുഹ്സിന എന്ന നമ്മുടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥിനി, ആ പ്രിയപ്പെട്ട സഹോദരി വരച്ചതല്ലേ, സീക്വൻസ് വെച്ച് നഅ്ലെ മുബാറക്ക്, അതിന്റെ മുകളിൽ യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നെഴുതിയ ഈ മനോഹരമായ ഈ നഅ്ലെ മുബാറക്ക് ഇൻഷാ അല്ലാഹ് ഇത് ഒരാള് കൊണ്ടുപോകണം. ഞാൻ ലേലം വിളിക്കുന്നില്ല, ഇതൊരാള് കൊണ്ടുപോകണം. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ആ സമയത്ത് നിങ്ങൾ ആ പൈസ ഇവിടെ എത്തിച്ചു കൊടുക്കണം. അത് റമളാനായാലും സാരയില്ല, കാരണം ഇതിന്റെ മൂല്യം നിശ്ചയിക്കപ്പെടാൻ കഴിയാത്തതാണ്. ആ സഹോദരിയുടെ പരിശ്രമമാണ്. എത്ര ദിവസം എടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒരാള് എന്റെ ഹബീബിനെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ റൗള ഷരീഫിൽ ചെന്ന് എന്റെ റസൂലിന്റെ മുവാജഹത്തില് മുഖാമുഖം നിന്ന് എനിക്ക് സലാം പറയണം. എന്റെ മുത്തിനോട് എനിക്ക് ഉറക്കെ സലാം പറയണം. മരിക്കും മുമ്പ് എന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണണം. നാളെ ആ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അവിടുന്ന് തരുന്ന ആ പാനം ഹൗദുൽ കൗസർ കുടിക്കണം. അല്ലാഹുവേ ഇത് കൊണ്ടുപോകുന്നവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു 10,000 രൂപ ആരാണ് ഇപ്പൊ കൊടുക്കണ്ട, ഇൻഷാ അല്ലാഹ് നിങ്ങൾ പെരുന്നാളിന് നോമ്പിന് കൊടുത്താൽ മതി. 5 മാസം നമുക്ക് സമയമുണ്ട്. ആരാണ് ഒരാൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്ക്. അല്ലാഹു എത്രയും വേഗം റൗള ഷരീഫിലെത്താനുള്ള മഹാഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആരാണ് ഒരാൾ? അൽഹംദുലില്ലാഹ്. ബരി അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ, ആ സാധുവായ സഹോദരൻ നിന്റെ ഹബീബിനോടുള്ള പ്രണയത്തിന്റെ പേരിലാണ് റബ്ബേ അല്ലാഹുവേ പരിശുദ്ധമായ ഈ സദസ്സിൽ നിന്ന് അദ്ദേഹം ഇത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോ നിന്റെ ഹബീബിനെ ആ വീട്ടില് അല്ലാഹുവേ അവരുടെ ഉറക്കിലെത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഇവിടെ പരിശുദ്ധമായ ആ ശരീരം ഒന്റെ വിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിലെത്തിക്കണേ അല്ലാ. ഉറക്കെ ആ പരിശുദ്ധമായ ഹുജറ ഷരീഫിൽ വന്ന് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സഹോദരനും കുടുംബത്തിനും മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരിക്കലും യാതൊരു നിലയിലുള്ള വിഷമവും ആ കുടുംബത്തിന് കൊടുക്കല്ലേ അല്ലാ. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. 1 രൂപ പോലും ഒരു ഡോക്ടർക്കും കൊടുത്ത് മാരക രോഗങ്ങളുടെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ബിഹഖി സയ്യിദുൽ കൗനൈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ പേര്? PTA പ്രസിഡന്റാണ് അബ്ദുസ്സലാം സാഹിബ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്. മരണപ്പെട്ടു പോയ പിതാക്കന്മാർക്കും വിദേശത്ത് കഴിയുന്ന ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദുആരക്കാൻ ഒരു സഹോദരി 10,000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ അവരുടെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ വിദേശത്തുള്ള പ്രിയതമന് ആരോഗ്യ ആഫിയത്തും കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ.
എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. പൊന്നുമക്കൾക്ക് നീ എല്ലാ ആരോഗ്യവും കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വീട്ടിൽ വിഷമിക്കുന്ന ഒരു വാർത്തകളും കേൾപ്പിക്കല്ലേ അല്ലാ. സതീശൻ വാഴപ്പള്ളി, അദ്ദേഹം 1000 രൂപ സംഭാവന. ഒരു സഹോദരി വാപ്പയുടെ രോഗശമനത്തിന് വേണ്ടി 1000 രൂപ. പ്രവാസിയായ സഹോദരന് വേണ്ടി 500 രൂപ. ഇന്ന് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ച ഷാൻ എന്ന സഹോദരന് വേണ്ടി 1000 രൂപ. പ്രവാസിയായ സഹോദരൻ വീടിന്റെ പണി പൂർത്തിയാക്കുന്നതിനും ജോലിയിൽ ബറക്കത്ത് കിട്ടുന്നതിനും 1500 രൂപ. ശാരീരികമായ രോഗശമനത്തിന് വേണ്ടി മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഷരീഫ ബേബി എന്ന സഹോദരി 2000 രൂപ. ശാരീരിക സുഖത്തിനും മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും 1000 രൂപ. ശാരീരിക സുഖത്തിനും മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഖദീജ ബീവി 1000 രൂപ. ശാരീരിക സുഖത്തിനു വേണ്ടി ഫാത്തിമ ബീവി 300 രൂപ. മരണപ്പെട്ട 16 വയസ്സുള്ള ആദിൽ മോന് വേണ്ടി ദുആരക്കണമെന്ന് അറിയിച്ചു. മരണപ്പെട്ട ആഷിഖ് മോന് വേണ്ടി താഴെ ആഷിഖ് മോന്, ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്ന മക്കള് എവിടെയാണ് ഉണ്ടാവുമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്ന കുഞ്ഞു മക്കളെ ഇബ്രാഹിം നബിയും സാറാ ബീവി റളിയല്ലാഹു അൻഹ ഭാര്യ, ഹാജർ ബീവി അല്ല, സാറാ ബീവി, യഥാർത്ഥ ഭാര്യ സാറാ ബീവിയാ. സാറാ ബീവിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഹാജറ ബീവി എന്ന അടിമപ്പെണ്ണ്. അപ്പോ സാറാ ബീവിയാണ് ഇസ്ഹാഖ് നബിയുടെ ഉമ്മ. അപ്പോ സാറാ ബീവിയും ഇബ്രാഹിം നബിയും സ്വർഗത്തിൽ ലാളിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ മരിക്കുന്ന മക്കളെ. മാതാപിതാക്കൾ മരണപ്പെട്ട് സ്വർഗത്തിലെത്തുമ്പോൾ സാറാ ബീവിയും ഇബ്രാഹിം നബിയും ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല വാപ്പാരെയും നല്ല ഉമ്മാരെയും കയ്യിലാണ് ആ മക്കള് സേഫ് ആയിട്ടുള്ളത്.